ഡോക്ടർ മോഹൻ വർഗീസ്, ഇറാനും അമേരിക്കയും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം കനക്കുകയാണല്ലോ. സമാധാന ശ്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പോര് കനക്കുന്നത്. ഇറാൻ നാവികസേനയെ ലക്ഷ്യമിട്ട് US കനത്ത ആക്രമണം നടത്തിയിട്ടുണ്ട് കഴിഞ്ഞ രാത്രിയിലും. ഇറാനെ ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്ത ഘട്ട ആക്രമണങ്ങൾ ആരംഭിച്ചതായാണ് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ബന്ദർ അബ്ബാസ്, കിഷൻ ദ്വീപ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ സ്ഫോടനം തുടരുകയാണ് എന്ന് ഇറാനിയൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അമേരിക്കൻ സൈന്യം കടൽ ഡ്രോണുകൾ ഉപയോഗിച്ച് ബന്ദർ അബ്ബാസ് തുറമുഖത്തെ അന്തർവാഹിനി, കപ്പൽ പരിപാലന കേന്ദ്രം എന്നിവ തകർത്തു എന്നതാണ് ഇവിടെ ഏറ്റവും പുതിയ വാർത്ത. 3 കോർസെയർ ഡ്രോണുകളാണ് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചത് എന്ന് US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. പ്രേക്ഷകരോട്, ഈ കടൽ പരപ്പിലൂടെ സഞ്ചരിക്കുന്ന ആളില്ലാ വാഹനങ്ങളാണ് ഈ കോർസെയർ ഡ്രോണുകൾ എന്നറിയപ്പെടുന്നത്. ഇതിൻ്റെ പ്രത്യേകത, ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇടിച്ചു തകരുന്ന തരത്തിലുള്ള ഇത്തരം ഡ്രോണുകൾ വൺ വേ അറ്റാക്ക് ഡ്രോണുകൾ എന്നാണ് പറയുന്നത്. ഇത് ആദ്യമായിട്ടാണ് അമേരിക്ക ഈ യുദ്ധത്തിന് ഉപയോഗിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിൻ്റെ നിയന്ത്രണം അമേരിക്ക ഏറ്റെടുക്കുകയാണ് എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അമേരിക്ക ഇനി മുതൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ട്രംപ് ഈ ഘട്ടത്തിൽ ഇങ്ങനെ കണ്ണും പൂട്ടി ഇറാനെ ആക്രമിക്കുന്നതിന് കാരണം എന്താണ്? ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, എന്തുകൊണ്ട് അമേരിക്ക ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു? പുതിയ സങ്കേതങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഇറാന് നേരെ ആക്രമണം നടത്തുകയാണ്. നേവൽ ഡ്രോണുകൾ വ്യാപകമായി കഴിഞ്ഞ ദിവസം ഉപയോഗിക്കപ്പെട്ടു. ഇറാന്റെ കപ്പലുകൾക്ക് നേരെ, ഇറാന്റെ തുറമുഖങ്ങൾക്ക് നേരെയൊക്കെ ഒരു പുതിയ മോഡസ് ഓപ്പറാൻഡി, അതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അതുമാത്രമല്ല, ഒരു കാര്യം കൂടി കടത്തിപ്പറഞ്ഞിരിക്കുന്നു ഡൊണാൾഡ് ട്രംപ്. ഹോർമൂസിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുക്കുന്നു. ഇറാനല്ല, അമേരിക്ക ഏറ്റെടുക്കുന്നു. അതിലെ കടന്നു വരുന്ന കപ്പലുകൾക്ക്, അല്ലെങ്കിൽ കടന്നു പോകുന്ന കപ്പലുകൾക്ക് തങ്ങൾ ഒരു കരം പിരിക്കാൻ പോവുകയാണ്. സുരക്ഷാ ഫീസ് എന്ന രൂപത്തിൽ 20% ഫീസ് ഈടാക്കാൻ പോകുന്നു. ഇത് പുതിയ ഒരു നിർദ്ദേശമെന്ന് പറയുന്നത് ശരിയല്ല, പുതിയൊരു ക്ലെയിമാണ്. ഇപ്പോൾ ഹോർമൂസ് ആരുടേതെന്നാണ് ഇവിടുത്തെ ചോദ്യം. ഇറാൻ ക്ലെയിം ചെയ്യുന്നു ഇത് തങ്ങളുടെ സ്വാധീന മേഖലയാണ്, അതങ്ങനെ തന്നെയായിരിക്കും. തങ്ങൾ ഇപ്പോൾ കരം പിരിക്കുന്നില്ല, പക്ഷേ തങ്ങളുടെ അനുവാദത്തോടെ തങ്ങൾ ചാപ്റ്റർ ചെയ്ത പാതയിലൂടെ മാത്രമേ പോകാൻ ആവൂ. മറുപക്ഷത്തെ അമേരിക്കയും ഏതാണ്ട് അതേ രീതിയിലാണ് ഇപ്പോൾ തിരിച്ചടിച്ചിരിക്കുന്നത്. ഹോർമൂസിലേക്ക് കടന്നു വരുന്ന ഏത് രാജ്യത്തിൻ്റെയും ഏത് കപ്പലിനും തങ്ങളുടെ അനുമതി വേണം. അനുമതി മാത്രമല്ല, തങ്ങളുടെ കപ്പലുകൾ നിങ്ങൾക്ക് കവചമൊരുക്കും. സുരക്ഷാ ചുമതല അമേരിക്കയുടേതായിരിക്കും. ഇതാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു സ്റ്റാൻഡ്. അപ്പം ഡയമെട്രിക്കലി ഓപ്പോസിറ്റ് സ്റ്റാൻഡാണ് ഇറാനും അമേരിക്കയും ഒരേ വിഷയത്തിൽ, ഒരേ പ്രദേശത്തെ ഹോർമൂസിൻ്റെ കാര്യത്തിൽ തുടരുന്നത്. ഇതൊരു സംഘർഷാത്മകമായ ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ സമാന്തരപാത എന്ന് കരുതപ്പെടുന്ന ഒമാനും UAE സമീപത്തു കൂടിയുള്ള, ഒമാന്റെ തീരക്കടലിലൂടെയുള്ള, ഒമാന്റെ ടെറിട്ടോറിയൽ വാട്ടേഴ്സിലൂടെയുള്ള ഗതാഗതം അത് പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിരന്തരം ഇറാനിയൻ റോക്കറ്റുകളും മിസൈലുകളും ഡ്രോണുകളും കപ്പലുകൾക്ക് നേരെ പായിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 2 UAE എണ്ണ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടു. 8 പേരാണ് പരിക്കേറ്റത്. അതിൽ തന്നെ 6 പേര് ഇന്ത്യൻ പൗരന്മാരാണ്. ഒരാൾ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ കാഷ്വാലിറ്റി ഉണ്ടായിരിക്കുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വളരെ ഗൗരവത്തോടെ ഈ അൺഫോൾഡിങ് സെനാരിയോയെ കാണുകയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ, എന്തുകൊണ്ടാണ് ഈ അമേരിക്കയും ഇറാനും ഹോർമൂസിന് മേൽ പിടിമുറുക്കുന്നത്? ഇതൊരു വലിയ പ്രഹേളികയാണ്. ഇറാൻ വളരെ വൈകി മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഹോർമൂസിന് മേൽ തങ്ങൾക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ആത്യന്തികമായി യുദ്ധവിജയത്തിൽ എത്തി നിൽക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, സമാധാന ചർച്ചകൾക്കുള്ള വിലപേശൽ എന്ന നിലയിൽ പോലും ഇറാൻ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിനെയാണ്, ഈ ഒരു കാര്യത്തെ മാത്രമാണ്. അതായത് ഹോർമൂസ് പൂർണ്ണമായി കപ്പലുകൾക്ക് ഇറാന്റെ അനുവാദമില്ലാതെ നാവിഗബിൾ ആകും എങ്കിൽ ഇറാന് പിന്നെ നെഗോഷിയേറ്റ് ചെയ്യാൻ ഒന്നും തന്നെ ഇല്ല. അതാണ് ഇറാന്റെ ഒരു നിലപാട്. അതുകൊണ്ട് എത്രയധികം അമേരിക്കൻ ആക്രമണം ഇറാന്റെ മണ്ണിലേക്ക്, തീരപ്രദേശത്തേക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ രാത്രിയിലും ബന്ദർ അബ്ബാസിലേക്കും ഖിഷം ദ്വീപിലേക്കും അതുപോലെ ഇതിൻ്റെ ബുഷഹേർ ആണവ നിലയത്തിലേക്ക് വരെ ആക്രമണം ഉണ്ടായി. അതുകൊണ്ട് കൂടുതൽ ഇടങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കാൻ 170ഓളം മിലിറ്ററി ടാർഗറ്റ്സ് ലക്ഷ്യം വെച്ചു എന്നാണ് അമേരിക്ക ക്ലെയിം ചെയ്തിരിക്കുന്നത്. അത് എന്തു തന്നെ ആയിരുന്നാലും ശരി, ഇറാനെ സംബന്ധിച്ചിടത്തോളം
ഇപ്പോൾ ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. അവിടെ ന്യായാന്യായങ്ങൾ ഇറാൻ നോക്കുന്നില്ല. അമേരിക്ക മുൻപ് തന്നെ ന്യായാന്യായങ്ങൾ നോക്കുന്ന ഒരു രാജ്യമല്ല. അപ്പോൾ അമേരിക്ക വളരെ അകൽ 7-ാം കടലിനക്കരെ സ്ഥിതി ചെയ്യുന്ന രാജ്യം. ആ രാജ്യത്തിൻ്റെ പേർഷ്യൻ കടലിടുക്കിൽ എന്ത് കാര്യം, ഹോർമൂസിൽ എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കാം. പക്ഷേ സ്വയം സംരക്ഷണ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അമേരിക്ക പറയുകയാണ്, തങ്ങൾ ബലം പ്രയോഗിച്ച് ഹോർമൂസ് ഇതാ തുറന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിലേക്ക് കപ്പലുകൾക്ക് പോകാം, നിങ്ങൾ കടന്നു വരൂ, തങ്ങൾ സംരക്ഷണം ഒരുക്കാം, പക്ഷെ ഒരു ഫീസ് വാങ്ങും എന്ന നിലപാടിലെത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും സംഘർഷം ഘനീഭവിച്ചിരിക്കുന്നു, കൂടുതൽ കനക്കുന്നതിൻ്റെ സൂചനകളാണ് കാണുന്നത്. സമാധാന ദൗത്യങ്ങൾ 7 അയനത്ത് എത്തുന്നില്ല. ഖത്തറും പാകിസ്ഥാനും ഒക്കെ വളരെയധികം ശ്രമിച്ച് എത്തിച്ചേർന്ന ചില ഏകദേശ ധാരണകൾ ഏതാണ്ട് പൂർണ്ണമായി തകിടം മറിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ്. അതുകൊണ്ട് ഹോർമൂസ് തന്നെയാണ് ഇപ്പോഴും താരം. ഓക്കെ, എന്തായാലും US സൈനിക ഇടപെടലുകൾ ഇറാന്റെ സൈനിക ശേഷിയെ ദുർബലപ്പെടുത്തിയെന്ന് ട്രംപ് അവകാശപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നാവിക വ്യോമ ആസ്തികൾ വലിയ തോതിൽ നശിപ്പിച്ചു. ഇറാൻ സൈന്യത്തിനുണ്ടായിരുന്ന 159 കപ്പലുകളും കടലിൽ താഴ്ത്തി. കൂടാതെ ഇറാന്റെ വിമാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, വ്യാവസായികമായ ആയുധ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ പിടിച്ചെടുത്തുവെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാന് 200 വിമാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും അവയെല്ലാം നഷ്ടമായി എന്നുകൂടി ട്രംപ് അവകാശപ്പെട്ടു. അവരുടെ റഡാറുകൾ, ആയുധ നിർമ്മാണ ശേഷി തുടങ്ങിയവയെല്ലാം ദുർബലപ്പെടുത്തി. 4 മാസം മുൻപുള്ള ഇറാനല്ല ഇപ്പോഴത്തേത്. ഈ 4 മാസം കൊണ്ട് അവരെ ശിലായുഗത്തിൽ എത്തിച്ചു. എങ്കിലും അവർക്ക് ഇപ്പോഴും ചില മിസൈലുകൾ കൂടി ഉണ്ട് എന്നുകൂടി ട്രംപ് സമ്മതിക്കുന്നുണ്ട്. അതിനിടെ അമേരിക്കയുടെ ആക്രമണങ്ങൾക്ക് ശക്തമായി തിരിച്ചടി നൽകുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. അമേരിക്ക കരാറിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള ധാരണാപത്രം ഇറാൻ ഔദ്യോഗികമായി റദ്ദാക്കിയതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി അറിയിച്ചു. കഴിഞ്ഞ ദിവസം കുവൈറ്റിലെ US മിസൈൽ താവളം ലക്ഷ്യമിട്ട് ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. 2 ഹിമാസ് മിസൈൽ ലോഞ്ചറുകളും മിസൈലുകൾ സൂക്ഷിച്ചിരുന്ന ഗോഡൌണുകളും തീപിടിച്ച് നശിച്ചതായി IRGC അവകാശപ്പെട്ടിട്ടുമുണ്ട്. IRGCയുടെ എയ്റോസ്പേസ് ഫോഴ്സ് കുവൈറ്റിലെ അലി അൽ സാലിം US താവളത്തിലെ ഇന്ധന ടാങ്കുകളും പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവും നശിപ്പിച്ചുവെന്നും അഹമ്മദ് അൽ ജാബർ താവളത്തിലെ FPS സ്ട്രാറ്റജിക് റഡാർ സംവിധാനവും ആക്രമിച്ചതായും കുവൈറ്റിലെ US സൈന്യയുടെ കേന്ദ്രങ്ങൾ, പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ, ബങ്കറുകൾ, സപ്പോർട്ട് ഗോഡൌണുകൾ, ബഹ്റൈനിലെ ഷെയ്ഖ് ഈസ US താവളം ഇതെല്ലാം ആക്രമിച്ചതായും IRGC പറയുന്നുണ്ട്. ഇതിന് പുറമെ ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ബന്ദർ അബ്ബാസിൽ അമേരിക്കൻ ഡ്രോൺ വെടിവെച്ചിട്ടതായും ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിയാണ് എങ്കിൽ 1-ന് 3 ഇരട്ടിയായി ഇറാൻ തിരിച്ചടി നൽകുകയാണ് എന്ന് അനുമാനിക്കേണ്ടി വരും. ഇതിനിടയിൽ തന്നെ ഹോർമൂസിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒമാൻ തീരം വഴി ഹോർമൂസ് കടക്കാൻ ശ്രമിച്ച UAEയുടെ 2 കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടു, 8 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 4 ഇന്ത്യക്കാരും 2 ഉക്രൈൻകാരും ഉൾപ്പെടുന്നുണ്ട്. പരിക്കേറ്റവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. മൊംബാസ, അൽ ബഹിയ എന്നീ കപ്പലുകളുടെ നേർക്കാണ് ആക്രമണമുണ്ടായത്. മൊംബാസയിലെ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ട ഇന്ത്യക്കാരൻ. ഒമാന്റെ ജലാതിർത്തിയിൽ ഹോർമൂസ് കടലിടുക്കിൻ്റെ തെക്കൻ ഭാഗത്ത് വെച്ചാണ് മിസൈൽ ആക്രമണമുണ്ടായത്. എന്തായാലും പശ്ചിമേഷ്യ കത്തുകയാണ്. എന്തൊക്കെ സംഭവിക്കും എന്നത് ഇനി കാത്തിരുന്ന് കാണാനേ നിർവാഹമുള്ളൂ.